വിളക്കുടി പഞ്ചായത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കുന്നില്ലെന്ന് പരാതി. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വിളക്കുടി പഞ്ചായത്തിലേക്ക് ആംബുലൻസ് വാങ്ങിയത്. വിളക്കുടി പഞ്ചായത്തിനാണ് ഇതിന്റെ നടത്തിപ്പവകാശം. അറ്റകുറ്റപ്പണികൾ നടത്തി പുറത്തിറക്കിയ ആംബുലൻസ് വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഡ്രൈവറെ നിയമിക്കാത്തതാണ് പ്രധാന കാരണം. 2020 UDF ഭരണസമിതി അധികാരത്തിലേറ്റപ്പോൾ വിളക്കുടി പഞ്ചായത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒരു ആംബുലൻസ് ഡ്രൈവറെ നിയമിച്ചിരുന്നു. എന്നാൽ ചില കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിലേറ്റ LDF ഭരണസമിതി യാതൊരു കാരണവുമില്ലാതെ ഡ്രൈവറെ മാറ്റി നാളിതുവരെയായി ആംബുലൻസ് പ്രവർത്തിക്കാതെ കിടക്കുകയാണെന്ന് UDF ജനപ്രതിനിധി പറഞ്ഞു. ബഹുമാന്യരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ മുന്നിലാണ്. ഈ കാണുന്നത് കഴിഞ്ഞ 2020 നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെയുള്ള വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിലേറിയ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ബഹുമാന്യനായ മാവേലിക്കര MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവറുകൾ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും വിളക്കുടി ഗ്രാമപഞ്ചായത്തിന് ഈ മാവേലിക്കരയിലെ വിവിധ പഞ്ചായത്തുകളിൽ കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്തിന് ബഹുമാന്യനായ മൺമറഞ്ഞു പോയ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ താക്കോൽ നൽകി വിളക്കുടി പഞ്ചായത്തിന് തന്ന ഒരു ആംബുലൻസാണ്. 3 വർഷം ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ശ്രീമതി അദബിയ നാസറുദ്ദീൻ പഞ്ചായത്ത് പ്രസിഡന്റായും ഞങ്ങൾ ഭരണസമിതിയിൽ മുന്നോട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ തന്നെ ഡ്രൈവർ വെച്ച് പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ നാട്ടിലെ രോഗികൾക്കും സാധാരണക്കാർക്കും എല്ലാം വളരെ പ്രയോജനകരമായിരുന്ന ഒരു ആംബുലൻസ് ആയിരുന്നു ഇത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ FHC നിൽക്കുന്നതും ഈ ആംബുലൻസ് കിടക്കുന്നതും ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലാണ്. ഈ പഞ്ചായത്തിൽ ചുറ്റോട്ടത്തുള്ള തലവൂർ മേല ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൊന്നും ആംബുലൻസ് ഇല്ല. ആ പഞ്ചായത്തുകളിലേക്ക് ആവശ്യത്തിന് പോലും അവിടുത്തെ ജനപ്രതിനിധികൾ വിളിക്കുമ്പോൾ ഈ ആംബുലൻസ് ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പഞ്ചായത്തിൽ ഡ്രൈവർ വെച്ചു. ആ ഡ്രൈവർ ഈ വണ്ടി നല്ല രീതിയിൽ യാതൊരു ദുശീലവും ഇല്ലാത്ത പക്വതയുള്ള ഒരു ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനമാണ്. അപ്പം ഈ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചുള്ള നിങ്ങൾക്കറിയാം, പഞ്ചായത്തിൽ UDFന്റെ കോൺഗ്രസിന്റെ തന്നെ 2 ജനപ്രതിനിധികളെ കൂറുമാറ്റത്തിലൂടെ അവർ കുതിര കച്ചവടം നടത്തി പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിച്ച് ആ ഭരണം കയ്യിലാളിയ LDFന്റെ ആ 2 വർഷം ഈ ഡ്രൈവറെ, അതായത് അവർ LDFന്റെ ഭരണസമിതി കയറിയ ഉടനെ ഇതിന്റെ ഡ്രൈവറെ ഒരു കാരണവുമില്ലാതെ മാറ്റുകയും ഇന്ന് വരെയും ഒരു പുതിയ ഡ്രൈവറെ നിയമിക്കുവാൻ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ CPIയും CPMും നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. അതിനകത്ത് അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ആംബുലൻസ് ഇങ്ങനെ കിടന്ന് നശിക്കുന്നത്? ഈ വണ്ടി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയ സമയത്ത് പുതിയ ബാറ്ററി ഈ വണ്ടിക്ക് വാങ്ങി വെച്ചതാണ്. 4 പുത്തൻ ടയറുകൾ ഇട്ടയാണ്. ഒരു ഏകദേശം ഇതിന്റെ ഷോറൂമിൽ കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് ഒരു 1.5-2 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ മുടക്കി ഇറക്കിയ ഒരു വണ്ടിയാണ്. കാര്യം 3 വർഷമാകുമ്പോൾ അതിന്റെ സർവീസ് പീരീഡ് ഒക്കെ കാലയളവിൽ എല്ലാം പണികളും തീർത്ത് ഇറക്കിയ ഒരു വണ്ടി ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ്. തീർച്ചയായും പൊതുജനം ഇത് മനസ്സിലാക്കണം. ഈ ആംബുലൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പഞ്ചായത്തിലെ രോഗികൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് അതാത് ജനപ്രതിനിധികളുടെ കത്തുണ്ടെങ്കിൽ ഫ്രീ ആയി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ആംബുലൻസ് കൂടിയാണ്. ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു വെച്ചിരുന്നു. നമുക്കറിയാം, ഇവിടെ റെയിൽവേ പാളമൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കൊക്കെ അജ്ഞാത മൃതദേഹങ്ങളും ഒക്കെ വരുമ്പോൾ അതിന് ആംബുലൻസിന് 108 അങ്ങനെയുള്ള കേസിന് പോകത്തില്ല. അപ്പം പൈസ ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാ ബോഡി കൊണ്ടുപോകുമില്ലെങ്കിൽ അവരെ എങ്ങനെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ആ പ്രദേശം നിൽക്കുന്ന അടുത്ത ജനപ്രതികൾ ഒരുപക്ഷെ തലവൂർ പഞ്ചായത്തിലാണെങ്കിലും നമ്മളെയൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മളെ ലെറ്റർ പാഡ് കൊടുത്ത് ഇതിന്റെ ഡീസൽ ചെലവും ഡ്രൈവർ ശമ്പളവും ഒക്കെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ കൊടുപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകൊണ്ടിരുന്നതാണ്. ഈ വണ്ടി നശിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പം വളരെയേറെ സങ്കടമുണ്ട്. കാര്യം ഇത് ഒരു രാഷ്ട്രീയപരമായി എടുക്കേണ്ട ഒരു കാര്യമല്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ CPMും CPIയും ഭരിക്കുന്ന വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഇത് രാഷ്ട്രീയപരമായിട്ട് അവരിതിനെ ഒരു ഡ്രൈവറെ മാറ്റിക്കൊണ്ട് ഈ ആംബുലൻസ് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഒരു ആംബുലൻസ് ഇങ്ങനെ ഇട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വിളക്കുടി പഞ്ചായത്ത് പരിധിയിലും സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്ത് പരിധിയിലേക്കും പ്രയോജനം ലഭിക്കേണ്ട ആംബുലൻസാണിപ്പോൾ വെറുതെ കിടന്ന് പൊടികയറി നശിക്കുന്നത്. നിലവിൽ CPIയും CPMും നേതൃത്വം നൽകുന്ന മുന്നണിയാണ് വിളക്കുടി പഞ്ചായത്ത് ഭരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സൗജന്യമായി സേവനം നൽകുന്ന ഒരു ആംബുലൻസാണ് ഇപ്പോൾ പ്രവർത്തിക്കാതെ നാശത്തിന്റെ വക്കിലായത്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് വിളക്കുടി പഞ്ചായത്ത് പരിധിയിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി അനുവദിച്ച ആംബുലൻസ് പ്രവൃത്തി പരിചയമുള്ള ഡ്രൈവറെ നിയമിച്ച് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.